ചില പ്രതീക്ഷകൾക്ക്, ചില നേട്ടങ്ങൾക്ക്, ചില ചതികൾക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു. ചില ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ചില ഉന്നമനങ്ങൾ എനിക്ക് ഉണ്ടാകണം. ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചതിയും ചെയ്യും, തിന്മയും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കയ്യപ്പാസ് കൃത്യമായിട്ട് പറയുന്നു, ആവശ്യത്തിൽ പ്രധാന പുരോഹിതനാണ്. ആ പ്രധാന പുരോഹിതനാകാൻ അവൻ ആഗ്രഹിച്ചതിനുള്ളിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ അവനൊരു പേരുണ്ടാകണം. ആ പേരിന് വേണ്ടി അവൻ പറയുന്നുണ്ട്, ജനമെല്ലാം മരിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണ്, എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കുന്നതാണ്. കൃത്യമായിട്ട് അടുത്ത വചനം പറയുന്നത്, ഈ വർഷത്തെ പ്രധാന പുരോഹിതനാണ് കയ്യഫാസ്. ചില ആഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി ചില ചതികളും തിന്മകളും നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലായാലും പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മുതിർന്നവരുടെ അരികിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അരികിൽ ചില കൂടെയുള്ളവരെ ചതിച്ചുകൊണ്ട്, ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നീതിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ കയറിപ്പോകുന്ന വ്യക്തികളാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. കുടുംബത്തിലെ മാതാപിതാക്കളെ, ആ മാതാപിതാക്കളെ ചവിട്ടിക്കൊണ്ട് സ്വത്തൊക്കെ നമ്മൾ കൈവശമാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പാര വയ്ക്കുന്നുണ്ടോ? മറ്റുള്ളവരെ തള്ളിപ്പറയുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി നന്മയെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.